ഫാദർ എൻ്റെ +1 ആയപ്പോൾ തന്നെ ഫാദർ മരിച്ചു. ലൈഫ് എങ്ങോട്ട് പോകണം എങ്ങോട്ട് തിരിയണം എന്നറിയില്ല, സ്റ്റക്കായി കാണും. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്നാണല്ലോ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഉത്തരവാദിത്തം മുഴുവൻ എൻ്റെ തലയിലേക്കാണ്. കാരണം ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വന്നത്. +2 കഴിഞ്ഞിട്ട് ഒരു 6 months നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ അവിടെ വീട് പണി നടക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കാശ് കിട്ടുന്നുള്ളൂ, മാസം 1500 വെച്ചിട്ട്. ഞാൻ അവിടെ പോയി വീട് നനയ്ക്കുക, പണി നടക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. കാശായിരുന്നു അൾട്ടിമേറ്റ്ലി ലക്ഷ്യം. എന്നിലാണ് എല്ലാവർക്കും പ്രതീക്ഷ. ഞാൻ ആ പ്രതീക്ഷയൊക്കെ തെറ്റിച്ചു. വീട്ടുകാരുടെ കാശ് കുറേ കൊണ്ടേ കളഞ്ഞിട്ടുണ്ടെങ്കിൽ. ആലുവ ഗ്യാങ്ങിൻ്റെ ഒപ്പമാണ് ഒരു തുടക്കം അല്ലേ? അൽഫോൻസ് പുത്രൻ, നിവിൻ, അങ്ങനത്തെ ഒരു ഗ്യാങ്ങിൻ്റെ ഒപ്പം സുഹൃത്തുക്കൾ. UK സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകാനായിട്ട് IELTS കാര്യങ്ങളൊക്കെ എഴുതി എക്സാമൊക്കെ പാസ്സായി. ഞാൻ UK പോകാനായിട്ട് വിസ അപ്ലൈ ചെയ്തിരുന്ന ടൈമിൽ യാതൊരു കാരണമില്ലാതെ വിസ ക്യാൻസലായി. ഞാൻ ബാംഗ്ലൂരൊക്കെ നിവിൻ്റെ കൂടെ ഒക്കെ ഇരുന്ന് താമസിച്ചിരുന്നത്. അവനുണ്ട്, അവൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അവൻ്റെ റൂമിൽ ഞാൻ അന്തേവാസിയായിട്ട് കൂടി. അവിടെ കുക്കിംഗ് പരിപാടികൾ, ഉമ്മാർ ജോലിക്ക് പോകും. അപ്പോൾ എനിക്ക് അന്ന് മടിയാണ് ഇത് പറയാനായിട്ട്. ഉമ്മാർ കളിയാക്കുമോ, ഈ സിനിമയിൽ പോകാനിറക്കാമെന്നൊക്കെ പറയുന്നുള്ളൊരു അങ്ങനത്തെ തരുന്നത്. അത് കഴിഞ്ഞ് ഈ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന സമയത്താണ് ഞാനത് അവൻ്റെ അടുത്ത് പറയുന്നത്. അവനാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അൽഫോൻസ് വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു. എന്തുകൊണ്ട് നിനക്ക് ശ്രമിച്ചുകൂടെ? ആവശ്യത്തിനുള്ള ഹൈറ്റ് ഉണ്ട്, ശരീരമുണ്ട്, നല്ല ശബ്ദമുണ്ട്. അത് കഴിഞ്ഞ് പിന്നീടാണ് ഗോബൂസിൽ പോയിരിക്കുമ്പോഴാണ് മനസ്സിലായി ഇവൻ്റെ അടുത്ത് വന്ന എല്ലാവരും മോട്ടിവേറ്റ് ചെയ്ത് വിടും. അങ്ങനെ ഒരുപാട് പേര് താടി വളർത്തിയും മുടി വളർത്തിയൊക്കെ നടന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരു പക്ഷേ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ പുള്ളിയുടെ ഒരു കംബാക്ക്. അതെ അതെ, തീർച്ചയായിട്ടും. അവൻ അഭിനയിക്കാനായിട്ടാണ് ആദ്യം വന്നത്. അത് ശരി. അവൻ ലോയി സാറിൻ്റെ വീട്ടിലൊക്കെ പോയി ചാൻസ് വയ്ക്കലും പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിവിനെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. നിവിൻ്റെ വീടിനടുത്താണ് ലോയി സാർ താമസിച്ചത്. ചെറുപ്പത്തിൽ ഇവൻ മറ്റേ കുട്ടപ്പനായിട്ട് നിവിനെ കൂട്ടിന് വിളിച്ചിട്ട് പോയിട്ട് സാറെന്നൊക്കെ പറഞ്ഞ പോർട്ട്ഫോളിയോ ഫോട്ടോസൊക്കെ കൊണ്ട് കാണിച്ച് ചാൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് ആ ടൈമിൽ. ഒരു പടം ഇന്റർവ്യൂ സ്റ്റാർ ആയിട്ട് വന്ന് ഇന്റർവ്യൂ സ്റ്റാർ ആവുന്നതിന് മുമ്പേ എനിക്ക് ഞാനെ പരിചയമുണ്ട്. സിനിമാറ്റോഗ്രാഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല, എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല, സംവിധായകൻ ഏതാന്ന് പോലും അറിയില്ല. എല്ലാ ദിവസവും ഓഡീഷനിൽ പോകണം. ചില ദിവസം ഓഡീഷനിൽ ഇല്ലെങ്കിൽ പാൽച്ചായ മാറി കട്ടൻ ചായ. ഹലോ, നമസ്കാരം. ലൈഫ് നെറ്റ് TV സ്വാഗതം. ഞാൻ അഞ്ജു ഇബ്രഹാം. ഇന്ന് നമ്മുടെ കൂടെയുള്ള ആള് നമുക്ക് ഏവർക്കും ഒരുപാട് പ്രിയപ്പെട്ട നമ്മുടെ സിജു വിൽസനാണ്. സ്വാഗതം. ശംഭു മഹാദേവ. ശംഭു മഹാദേവ. ശംഭു മഹാദേവ എന്നുള്ളത് എന്നെ ഓർമ്മിപ്പിക്കരുത്. കാരണം പണ്ടൊരു റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റാർ ഹണ്ട് എന്ന് പറഞ്ഞിട്ട്. സ്റ്റാർ ഹണ്ട് കൈരളി. അപ്പം നമ്മൾ അന്ന് എന്തെങ്കിലും ഒരു പീസ് ഓഫ് സംഭവം ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാന്നുള്ളായിരുന്നു. ഓഡീഷൻസ് ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അന്ന് ഈ പറയുന്ന പോലെ ഓഡീഷന് പോയിട്ട് സെലക്റ്റായി. പക്ഷെ എനിക്ക് തോന്നുന്നു 2-3 റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്തായി. അന്ന് എനിക്ക് ഒരു എന്താ പറയുക, ഒരു റൗണ്ടിൽ കിട്ടിയതായിരുന്നു ഒരു സിനിമയുടെ സീൻ അഭിനയിച്ച് കാണിക്കണം. അതിൽ എനിക്ക് കിട്ടിയതായിരുന്നു 6-ാം തമ്പുരാനിലെ ശംഭോ മഹാദേവ, ലാലേട്ടൻ്റെ ഇൻട്രൊഡക്ഷൻ സീൻ. ചെയ്ത് കുളമാക്കി. അത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ യൂട്യൂബിൽ നോക്കി അതെങ്ങാനും കിടക്കുന്നുണ്ടോ എന്നുള്ളത്. അത് അമിതാഭ് ബച്ചൻ വന്ന് ചെയ്താലും ശരിയാവില്ല. അന്ന് മനസ്സിലാക്കിയത്. ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു. ഞാനപ്പോൾ എനിക്ക് തന്ന പ്രോഗ്രാം പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ചേട്ടാ ഞാൻ സായികുമാറിൻ്റെ വേണമെങ്കിൽ ചെയ്യാം, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബേസ് തുടങ്ങിയിട്ടല്ലേ. ഈ ഇന്റർവ്യൂ അറിയാൻ കഴിയുമ്പോൾ എല്ലാവരും പോയി യൂട്യൂബിൽ കൊട കറക്കണം, എൻ്റെ ഇടയിൽ മറ്റേ മദ്യം ഒഴിക്കണം, മറ്റേ അടിക്കണം. അന്നത്തെ എന്നെ കളിയാക്കലായിരുന്നു. എൻ്റെ ഇപ്പോൾ സുഹൃത്തുക്കൾ അൽഫോൺസും എല്ലാവരും കളിയാക്കുന്നു, ശംഭോ മഹാദേവ പറഞ്ഞിട്ട് കളിയാക്കുന്നു. ആ ചെയ്ത പേര് നമ്മൾ എന്തായാലും ഇതിലൂടെ മാറ്റിയെടുക്കും, ഉറപ്പ്. ഉജ്ജ്വലം വന്നതെല്ലാം മാറ്റിത്തരും. ഇപ്പം ആലുവ ഗ്യാങ്ങിന്റെ ഒപ്പമാണ് ഒരു തുടക്കം അല്ലെ? അൽഫോൻസ് പുത്രൻ, നിവിൻ, അങ്ങനത്തെ ഒരു ഗ്യാങ്ങിന്റെ ഒപ്പം സുഹൃത്തുക്കൾ. ആലുവ ഗ്യാങ് എന്നാണ് നിങ്ങളെ പരക്കെ വിളിക്കപ്പെടുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്? തീർച്ചയായിട്ടും അതാണല്ലോ നമ്മുടെ ബേസ്. അവിടെ നിന്നാണ് നമ്മുടെ ഒരു ഡ്രീം, അല്ലെങ്കിൽ അതിന് ഒരു ചിറക് മുളയ്ക്കുന്നത് അവിടെ നിന്നാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും നമുക്ക്. കാരണം നമ്മുടെ മുമ്പിൽ എക്സാമ്പിളായിട്ട് നിൽക്കുന്നത് നമ്മളെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്, ഇവരൊക്കെ തന്നെയാണ്. അതാണ് ബേസ്. അപ്പോൾ പുതിയ സിനിമകൾ ചൂസ് ചെയ്യുന്ന സമയത്ത് അൽഫോൻസ് പുത്രനായിട്ട് ഡിസ്കഷനോ അങ്ങനെ അങ്ങനത്തെ ഡിസ്കഷനോ പരിപാടികളോ ഒന്നുമില്ല. പടം ഇപ്പം ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ സമയങ്ങളിലാണ് നമ്മൾ അങ്ങനത്തെ കുറേ ഡിസ്കഷൻസും പരിപാടികളും. പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിച്ചു കൊടുക്കും. നമ്മുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചൂസ് ചെയ്യും. നമ്മുടെ ശരികളാണല്ലോ ഫോളോ ചെയ്യുന്നത്. നമ്മളിപ്പോൾ അന്നാണെങ്കിലും ചെറുപ്പത്തിലാണെങ്കിലും, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ സ്റ്റാർട്ടിങ് സിനിമയിലേക്ക് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും
നമ്മളെല്ലാം തമ്മിൽ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ് ഡിസിഷൻ നമ്മുടെ ആയിരിക്കും. നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്താലും പലരുടെ അഭിപ്രായങ്ങൾ ഇതൊക്കെ അറിഞ്ഞാലും അൾട്ടിമേറ്റ്ലി ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത് നമ്മുടെ തീരുമാനമായിരിക്കും. നമുക്ക് അല്ലെങ്കിൽ ഫ്രണ്ട് നീ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്തത് അങ്ങനെ ഒരിക്കലില്ല. നമ്മുടെ ഡിസിഷൻ നമ്മുടെ ഉത്തരവാദിത്വവും നമ്മുടെ ഇതായിട്ട് തന്നെയാണ് ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അതിന്റെ ജയവും തോൽവിയും റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെയാണ്. പിന്നെ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും തീരുമാനം എടുത്തത് എന്ത് തീരുമാനം നമ്മുടെ ജീവിതത്തിലെടുത്താലും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ ജയവും പരാജയവും ഇതെല്ലാം ഏറ്റെടുക്കേണ്ടത് ഞാൻ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അത് പണ്ടങ്ങനെ ഈ പറയുന്ന പോലെ ആ ഡിസ്കഷനൊക്കെ ഉണ്ടാവും. ഇന്നിപ്പോൾ ഇന്ന പടം ചെയ്യുന്നുണ്ടെന്നേ പറയുള്ളായിരിക്കും, പക്ഷെ അന്ന് കഥാപാത്രം എന്താണെന്നും പറയില്ല. കാരണം ഇവർ കണ്ടുകഴിഞ്ഞ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അതിൻ്റെ ഒരു സസ്പെൻസോ കാര്യങ്ങളോ ഒന്നും പൊളിക്കാതെ ഇതിലൊരു ക്യാരക്ടർ ചെയ്യുന്നു എന്നുള്ള പറയും. സിനിമ കണ്ടുകഴിയുമ്പോൾ വിളിക്കുന്ന ഒരു ബന്ധം അതുണ്ട്. അതെന്തായാലും തീർച്ചയായിട്ടും വിളിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിവിൻ എന്ന് പറയുന്ന ഒരാൾ പിക്ചറിലോട്ട് വരുന്ന സമയത്ത് ഒരു നേരമൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ എല്ലാവരും സ്റ്റാർട്ടിങ് അങ്ങനത്തെ ഒരു സ്റ്റേജിലൊക്കെ നിൽക്കുകയാണ്. മലർവാടിയൊക്കെ വരുമ്പോൾ ഒരു അല്ലേ ഫ്രഷ് ആയിട്ട് യു ആർ സ്റ്റാർട്ടിങ് സംതിങ്. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കരിയറിൽ ഇൻഡിവിജ്വലി അടിപൊളി വേഷങ്ങളൊക്കെ വന്ന് ആ ഒരു ജേർണി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അല്ല, നമ്മളെല്ലാവരും വിജയിക്കാൻ വേണ്ടിയിട്ടാണ് മുന്നിട്ടിറങ്ങിയത്. അപ്പോൾ ഓരോരുത്തരുടെയും വഴികൾ വ്യത്യസ്തമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എൻ്റെ റൂട്ടായിരിക്കില്ല നിവിൻ്റെ റൂട്ട്. നിവിൻ ഫസ്റ്റ് മൂവി തന്നെ ലൈക്ക് ലീഡ് ക്യാരക്ടറായിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലീഡ് ക്യാരക്ടേഴ്സ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ റൂട്ട് വേറെയാണ്. ഞാൻ ക്യാരക്ടർ ഒരു 2 ഡയലോഗ് വരുന്ന ഒരു സ്ക്രീൻ പ്രസൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനമായിരുന്നു എൻ്റെത്. അതിൽ നിന്നാണ് ട്രാവൽ ചെയ്ത് ഒരു ലീഡ് ക്യാരക്ടർ ഷോൾഡർ ചെയ്യാൻ പറ്റുന്നൊരു കേപ്പബിലിറ്റിയിലേക്ക് എത്തിയേക്കുന്നത്. അങ്ങനെയാണ്. അതിൽ നിന്ന് അപ്സ് ആൻഡ് ഡൗൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ മാനേജ് ചെയ്ത് മുമ്പോട്ട് പോകാന്നുള്ളതാണ്. മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് ആണ് മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ പഠിപ്പിക്കുക. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്നാണല്ലോ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം മുമ്പോട്ട് പോകുന്നൊരു ഉത്തരവാദിത്തം കൂടുതലാണ്. പക്ഷെ ഇത് മാനേജ് ചെയ്യുന്ന നമ്മളെപ്പോഴും സിനിമയിലുള്ള എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും പറയുന്ന കാര്യമാണ്, സിനിമയിൽ കയറാനായിട്ട് എളുപ്പമാണ്, സസ്റ്റെയിൻ ചെയ്യാന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയൊരു കഠിനമായിട്ടുള്ള കാര്യം. സാമ്പത്തികം ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. നമ്മൾ പാഷൻ ഫോളോ ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് ഫിനാൻഷ്യലി കൂടി നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് നിന്ന് പോകാൻ പറ്റണം. അപ്പം അങ്ങനെ ആ ഒരു ജേർണിയിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എൻ്റെ ഒരു ഈ ഡിസിഷൻ ഓക്കെ ആയിരുന്നോ, കറക്റ്റ് ആയിരുന്നോ, അങ്ങനെയൊക്കെ ഡൗട്ട് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചില മൊമെന്റിൽ അങ്ങനെ എന്താ പറയുക, പക്ഷെ അതെടുക്കണമായിരുന്നോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ എനിക്ക് അല്ലാത്ത ക്യാരക്ടേഴ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാറി പോയിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ആദ്യം ഒരു ഡിസിഷനിൽ വേണ്ട ചെയ്യേണ്ടെന്ന് വിചാരിച്ച സാധനം പിന്നീട് നമ്മൾ പക്ഷെ അത് ചെയ്യായിരുന്നു എന്നൊക്കെ ഇങ്ങനെ, അല്ലെങ്കിൽ ചില സമയത്ത് ചില ടൈറ്റ് സിറ്റുവേഷനിൽ പക്ഷെ പൈസയൊക്കെ ഇച്ചിരി ടൈറ്റാണ്, അത് കുഴപ്പമില്ലാണ്ട് ചെയ്ത് ഒന്ന് വൃത്തിയായിട്ടൊക്കെ വെച്ചിരുന്നെങ്കിൽ എനിക്ക് ചീത്ത കേൾക്കില്ലായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നു. പിന്നെ അത് ചിലപ്പോൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ആ ടൈമിലൊക്കെ ചിലപ്പോൾ അത് മാറിപ്പോയിട്ടുണ്ടാവായിരിക്കും. അങ്ങനെ നമുക്കല്ലാത്തതൊക്കെ അങ്ങ് മാറി അങ്ങനെ പോയിട്ടുണ്ട്. നമുക്ക് വരാനുള്ളത് ഉറപ്പായിട്ടും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 19-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് ഭയങ്കര എക്സാമ്പിളാണ്. ആദ്യം വന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് എൻ്റെ ഒരു ഡിസിഷൻ കിട്ടുന്നില്ല, അതിങ്ങനെ മാറിപ്പോയി കറങ്ങി തിരിഞ്ഞൊക്കെ പിന്നെ വീണ്ടും അതിങ്ങനെ ഞാൻ ഉള്ളിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നൊരു സാധനത്തിന് വേണ്ടിയാണ് വിളിച്ചിരുന്നത്. ഞാൻ അവിടെ പോയിരുന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറെ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന് പറയുന്ന ക്യാരക്ടർ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എൻ്റെ മുഖമാണ് വരുന്നത്. ആ ഒരു കാര്യം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ അത് തിയേറ്ററിൽ കണ്ടിരുന്ന സമയത്ത് സിജു വിൽസൺ എന്ന് പറയുന്ന ഒരു ആക്ടറിനെ ഓർത്ത് ഐ ഫെൽ സോ പ്രൗഡ്. കാരണം അത്രയും ആ ഒരു ട്രാൻസ്ഫോർമേഷനും അത്ര എഫേർട്ടും ഇട്ട് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഫുള്ള് ജേർണി ഇങ്ങനെ കണ്ട് കേട്ടിരുന്നു ഞാൻ തിയേറ്ററിൽ. കണ്ണൊക്കെ നിറയും. എനിക്ക് ഇങ്ങനെ എല്ലാവരും നന്നായി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോഴത്തേക്ക് എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറയും. സന്തോഷം കൊണ്ടാണല്ലോ, കാരണം നമ്മൾ എഫേർട്ട് എടുത്തതിൻ്റെ ഒരു പെയിൻ നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കേൾക്കുമ്പോൾ സന്തോഷമുള്ള കാര്യമാണ്. വേറെ പ്രൊഫഷൻ വിട്ട് വന്നെന്ന് പറഞ്ഞ പോലെ BSc നഴ്സിംഗിന് പോയപ്പോൾ നല്ല പുറത്ത് പോയി നല്ല കാശൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചാണ് BSc നഴ്സിംഗ് പഠിച്ചത്. കാശായിരുന്നു അൾട്ടിമേറ്റ്ലി അല്ലേ? അതായിരുന്നു അൾട്ടിമേറ്റ് ലക്ഷ്യം. കാരണം ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വന്നത്. അപ്പം ഞാൻ ആദ്യം +2 കഴിഞ്ഞിട്ട്
എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതായത് ഒരു ഫോക്കസ് ഇല്ല. ഇപ്പോഴത്തെ പിള്ളേരുടെ പോലെ അല്ലല്ലോ. അന്ന് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുമ്പോൾ ഏറ്റവും പെട്ടെന്ന് ജോലി കിട്ടിയിട്ട് ഏറ്റവും പെട്ടെന്ന് സമ്പാദിക്കാൻ പറ്റുന്ന ജോബാണ് എല്ലാവരും പറയുന്നതും ചുറ്റുപാടെന്ന് കേൾക്കുന്നതും ഇതൊക്കെ ആയിരിക്കും. അന്ന് എനിക്ക് എൻജിനീയറിങ്ങിന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻജിനീയറിംഗ് അന്ന് കേൾക്കുന്നത് ഭയങ്കര കാശ് വേണം പഠിക്കാനായിട്ട്, അങ്ങനത്തത് ആ പരിപാടിയൊക്കെ അങ്ങനെയാണ് അന്ന്. എഞ്ചിനീയറിംഗ് അത്രയും കോമൺ ആയിട്ടില്ലെന്ന് തോന്നുന്നു. നഴ്സിംഗ് ആണ് കുറച്ചുകൂടി കോമൺ. അന്ന് പറഞ്ഞ ഒരു എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നതും നഴ്സിംഗ് എന്ന് പറയുമ്പോൾ, എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ വൈറ്റ് കോളർ ജോബും ഭയങ്കര അങ്ങനത്തതും, നഴ്സിംഗ് എന്ന് പറയുമ്പോൾ ഒരു സെഗ്രിഗേഷനും ഒരു ഡിസ്ക്രിമിനേഷനും അതിനുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സിസ്റ്ററും അങ്ങനത്തെ നഴ്സിംഗ് ആണ് ചെയ്തത്, നഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അന്നത്തെ ഇതിൽ ഏറ്റവും പെട്ടെന്ന് ജോലി കിട്ടുന്ന പരിപാടി എന്ന് പറഞ്ഞിട്ട് മെയിൽ നഴ്സിംഗ് ഭയങ്കര സ്കോപ്പാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. പക്ഷെ ഞാൻ ആദ്യം +2 കഴിഞ്ഞിട്ടൊരു 6 months നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ അവിടെ സൂപ്പർവൈസറായിട്ട് വീട് പണി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പെട്ടെന്ന് കാശ് കിട്ടുന്നുള്ളൂ. മാസം 1500 വെച്ച് കിട്ടും. ഫാമിലി ഫ്രണ്ട് തന്നെയാണ്. ഞാൻ അവിടെ പോയി വീട് നനയ്ക്കുക, പണി നടക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക, എല്ലാവരും മേൽനോട്ടം, അതാണ് പരിപാടി. അപ്പോൾ അതിന് പോയായിരുന്നു. ഒരു 3 മാസത്തോളം കണ്ട് ഞാൻ 3-4 മാസം എന്തോ പോയി. അത് കഴിഞ്ഞിട്ടാണ് തീരുമാനം എടുക്കണം എന്താണെന്നുള്ളത്. അപ്പം ഞാൻ ഈ ITL അപ്ലൈ ചെയ്തിട്ടുണ്ട്, പോളിടെക്നിക്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അഡ്മിഷനൊക്കെ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ITന്ന് കോൾ വന്നു, കളമശ്ശേരി ITന്ന്. അങ്ങനെ അവിടെ പോയി ജോയിൻ ചെയ്തു. അപ്പോൾ ITI അങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ITI കഴിഞ്ഞപ്പോഴാണ് പോളിടെക്നിക്കിൽ നിന്ന് കോൾ വന്നു. കൂവപ്പടി പോളിടെക്നിക്കിൽ നിന്ന് എനിക്ക് കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആ ഡിവിഷനായിരുന്നു. ഇതിന് വേണ്ടിയിട്ട് എനിക്ക് കോൾ വന്നു. അപ്പോൾ ITനെക്കാട്ടും മേളിലാണ് പോളിടെക്നിക്. അപ്പോൾ എല്ലാവരും പോളിടെക്നിക് ആണെന്നല്ലോ. ഓക്കെ, എന്നാൽ പിന്നെ ITയിൽ ഇത്ര 7,000 രൂപ ഇത്ര എന്തോ അഡ്മിഷൻ ഫീസൊക്കെ കൊണ്ട് കൊടുത്തു കളമശ്ശേരി. അത് തിരിച്ചും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് വീട്ടുകാരുടെ കാശ് കുറേ കൊണ്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, 7,000 രൂപ എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയൊരു എമൗണ്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പോളിടെക്നിക്കിൽ പോയി ജോയിൻ ചെയ്തു ഗോപടിയിൽ. അങ്ങനെ കുറച്ച് ക്ലാസ്സസ് ഇരുന്ന് കഴിയുമ്പോഴാണ് അപ്പോഴത്തേക്കും ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ നേഴ്സിങ്ങിന് ജോയിൻ ചെയ്യാനായിട്ട് കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഡ്മിഷൻസൊക്കെ കഴിഞ്ഞായിരുന്നു. കാരണം ഞാൻ ഈ 4 മാസം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് സൂപ്പർവൈസിങ് പണിക്കൊക്കെ പോയിരുന്നപ്പോഴത്തേക്കും അവിടെ അഡ്മിഷൻ ഫില്ലായെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് പറഞ്ഞു 2 സീറ്റ്സ് ബാക്കിയുള്ളൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഞാനും ലിജോ എന്ന് പറയുന്ന, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചേക്കുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഒരു 6 months ബാക്ക് ആവില്ല, നമുക്ക് ആ വർഷം തന്നെ കയറാം, ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോളിടെക്നിക്കിൽ നിന്ന് നേരെ ബാഗ് പാക്ക് ചെയ്തിട്ട് ബാംഗ്ലൂർക്ക് പോയി. അങ്ങനെ മെയിൽ നഴ്സിംഗ് ജോയിൻ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് 6 മാസം പിന്നെയും ബാക്കായി. പേപ്പർ അരിയേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഇയറിലെ പേപ്പർ തന്നെ എനിക്ക് 4th ഇയറിലും കണ്ടെന്നാണ്. ഞാൻ ഫസ്റ്റ് ഇയറിലെ പേപ്പർ കണ്ട് ഫിനിഷ് ചെയ്തു. എന്നിട്ട് പാസ്സായി. അവസാനം പാസ്സായി. പക്ഷേ ഇങ്ങനെ ഈ സിനിമ വന്ന് സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തിരിച്ചു പോയി നഴ്സിംഗ് പണി എടുത്താലോ അങ്ങനെ ആലോചിച്ചായിരുന്നു എപ്പോഴേലും? ഇല്ലില്ല, അങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറയുന്നത് നമ്മളൊരു എന്താണ് വേണ്ടതെന്നുള്ളൊരു ഡിസ്കവർ ചെയ്തല്ലോ. നമുക്ക് എന്താണ് ആഗ്രഹം, അല്ലെങ്കിൽ നമ്മൾ എന്താണ് കൂടുതൽ എഫേർട്ട് ഇടുന്നത്, എന്തിനാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ സിനിമയുടെ പുറകെ ഇറങ്ങി പോവായിരുന്നു. അന്ന് കൂടെ വന്ന് കൂട്ടുകാരൻ ഇപ്പോൾ നേഴ്സാണ്. ഓസ്ട്രേലിയയിലോ UK അവിടെ കണ്ടുപോകണം ഞാൻ. പക്ഷേ നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ് റിസഷൻ ടൈമിലാണ് ഞാൻ UK പോകാനായിട്ട് അപ്ലൈ ചെയ്യുന്നത്. UK സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകാനായിട്ട് IELTS കാര്യങ്ങളൊക്കെ എഴുതി എക്സാമൊക്കെ പാസ്സായി ഞാൻ UK പോകാനായിട്ട് വിസ അപ്ലൈ ചെയ്തിരുന്ന ടൈമിൽ യാതൊരു കാരണമില്ലാതെ വിസ ക്യാൻസലായി, റിജക്റ്റായി. അതായത് റിസഷൻ പീരീഡ് ആയതുകൊണ്ട് കുറേ വിസ ഇങ്ങനെ റിജക്റ്റ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഒന്നുമില്ല, സ്റ്റക്കാണ്, വിസയും റിജക്റ്റായി. ഞാൻ വിചാരിച്ചു UK പുറത്തൊക്കെ പോയി രക്ഷപ്പെടാം, ഓക്കെ കാശ് കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതിങ്ങനെ റിജക്റ്റായി, സ്റ്റക്കായി കാണും. ലൈഫ് എങ്ങോട്ട് പോകണം, എങ്ങോട്ട് തിരിയണം എന്നറിയില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ബാംഗ്ലൂരൊക്കെ നിവിൻ്റെ കൂടെ ഒക്കെ ഇരുന്ന് താമസിച്ചിരുന്നത്. ബാംഗ്ലൂർ പഠിത്തമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ ജോലിയൊക്കെ നോക്കാനായിട്ട് നിവിൻ അന്ന് ഇൻഫോസിസിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങളവിടെ BTM ലേഔട്ടിലാണ്. അവിടെ BTM വാട്ടർ ടാങ്ക് ആണോ അവിടെ അവനുണ്ട്, അവൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അവൻ്റെ റൂമിൽ ഞാൻ അന്തേവാസിയായിട്ട് കൂടി അവിടെ കുക്കിംഗ് പരിപാടികൾ, ഉമ്മാർ ജോലിക്ക് പോവും, ഞാൻ കുക്കിംഗ് പരിപാടി. മറ്റേ ആക്ടിങ്ങിന്റെ കാര്യം മനസ്സിലുണ്ടോ? ഉണ്ട്. അന്നേ അൽഫോൺസ് നിവിനെ വെച്ചിട്ട് മ്യൂസിക് വീഡിയോ ചെയ്യാനായിട്ട് പ്ലാനിങ് നടക്കുന്നുണ്ട്. അൽഫോൺസ് ചെന്നൈയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കോൺടാക്ട് ഉണ്ടല്ലോ, നിവിൻ്റെ കൂടെ ഞാൻ ഫുൾ ടൈം.
അൽഫോൺസിനെ വിളിക്കുന്നുണ്ട്. അൽഫോൺസ് അന്ന് ഷോർട്ട് ഫിലിംസ് ക്ലിങ് എന്നൊക്കെ പറയുന്ന ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് അയച്ചിരും കാണാനായിട്ട്, എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാനും. നേരത്തിൻ്റെ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ട് അയച്ചിട്ടുണ്ട്. ഞാനൊക്കെ ഏതോ കഫേയിൽ കയറിയിരുന്നിട്ടാണ് മെയിലിൽ പോയിരുന്നിട്ട് കാണുന്നത്. എന്നിട്ട് വിളിച്ച അഭിപ്രായം പറയും, അങ്ങനെയായിരുന്നു. അപ്പോൾ അന്നേ അറിയാം അൽഫോൺസ് ഇങ്ങനെ മ്യൂസിക് വീഡിയോ ചെയ്യാനും സിനിമയുടെ പുറകെയാണെന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. അപ്പോൾ എനിക്ക് അന്ന് മടിയാണിത് പറയാനായിട്ട്. അതായത് ഇവന്മാർ കളിയാക്കുമോ, അന്ന് അങ്ങനെയാണല്ലോ, നീ സിനിമയിൽ പോടാറക്കാന്നൊക്കെ പറയുന്നുള്ളൊരു അങ്ങനത്തെ ഇതായിരുന്നു. പിന്നെ കോൺഫിഡൻസ് ഒട്ടും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഈ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന സമയത്താണ് ഞാനത് അവൻ്റെ അടുത്ത് പറയുന്നത്, അൽഫോൺസിൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ എനിക്ക് ആഗ്രഹമുണ്ടെന്ന്. അവനാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്. പിന്നെ അത് പോസിറ്റീവായിട്ട്, എന്തുകൊണ്ട് നിനക്ക് ശ്രമിച്ചുകൂടെ, ആവശ്യത്തിനുള്ള ഹൈറ്റ് ഉണ്ട്, ശരീരമുണ്ട്, നല്ല ശബ്ദമുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞ് പിന്നീടാണ് ഗോബൂസിൽ പോയിരിക്കുമ്പോഴാണ് മനസ്സിലായി ഇവൻ്റെ അടുത്ത് വന്ന എല്ലാവരും മോട്ടിവേറ്റ് ചെയ്ത് വിടും. അങ്ങനെ ഒരുപാട് പേര് താടി വളർത്തിയും മുടി വളർത്തിയൊക്കെ നടന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് താടി വളർത്ത് മുടി വളർത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാൻ ഗോബൂസിൽ പിന്നെ ചെന്ന് നോക്കുമ്പോൾ കംപ്ലീറ്റ് താടിയും മുടിയും വളർത്തിയ ടീമുകൾ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ഇത് ചെയ്യുമായിരുന്നു. പക്ഷെ ആ ഒരു മോട്ടിവേഷനാണ് നമ്മൾ അതിൻ്റെ പുറകെ ശ്രമിക്കാനും അല്ലെങ്കിൽ ട്രൈ ചെയ്യാനൊക്കെ ആയിട്ടുള്ളൊരു ഊർജ്ജം കിട്ടിയത്. ഇപ്പോൾ പറഞ്ഞല്ലോ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നായിരുന്നു വരുന്നതെന്ന്. അപ്പം നഴ്സിംഗ് പോലത്തെ ഒരു ഡിഗ്രി കയ്യിലുണ്ട്. ഇപ്പം UK വിസ റിജക്റ്റ് ആയെങ്കിൽ പോലും നാട്ടിൽ എവിടെയെങ്കിലും ജോലിക്ക് കയറുന്നത് സ്വാഭാവികമായിട്ടും പ്രഷർ ചെയ്യാൻ സാധ്യതയുള്ള അച്ഛനമ്മയൊക്കെ ആയിരിക്കും നമ്മുടെ ഒക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് ഫാദർ എൻ്റെ +1 ആയപ്പോൾ തന്നെ ഫാദർ മരിച്ചു. പിന്നെ ഉത്തരവാദിത്തം മുഴുവൻ എൻ്റെ തലയിലേക്കാണ്. സിസ്റ്ററിന് ജോലിയുണ്ട്, സിസ്റ്റർ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിൽ ഞാൻ +2 കഴിഞ്ഞ് പിന്നെ എന്നിലാണ് എല്ലാവർക്കും പ്രതീക്ഷ. ഞാൻ ആ പ്രതീക്ഷയൊക്കെ തെറ്റിച്ചു. അപ്പോൾ വലിയ ഉത്തരവാദിത്തം കൂടുതലായിരുന്നു. നമ്മുടെ നാട്ടിലെ ഒരു സെറ്റപ്പ് വെച്ചിട്ട് വീട്ടുകാരും നാട്ടുകാരും എല്ലാം പറയുമല്ലോ, ഇങ്ങനെ നടന്നാ പോരാ. പിന്നെ ഒരുപാട് ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ടാണല്ലോ സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങി നടക്കുന്നത്. അപ്പം എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞിരുന്നത്, ഇങ്ങനെ ഒരു ഡിഗ്രി എടുത്തിട്ട് നീ ഇങ്ങനെ കറങ്ങി നടക്കണം, എന്താണ് ജോബ് ചെയ്യൂ എന്നുള്ള പരിപാടിയായിരുന്നു. അൽഫോൻസ് ചേട്ടൻ്റെ അടുത്ത പടം ഏതാ, അതിലുണ്ടോ? അതെനിക്കറിയില്ല അവൻ്റെ അടുത്ത പടം ഏതാന്നുള്ളതൊന്നും. ഇല്ലില്ല, അവനൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ചെയ്യാനുള്ള പരിപാടിയിലാണ് പറഞ്ഞേക്കുന്നത്. സിനിമകൾ ഇനി ചെയ്യണം എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. ഇപ്പം അഭിനയത്തിലേക്ക് ഇറങ്ങിയേക്കാണ് ആള്. ആണല്ലേ? കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിച്ച സമയത്താണ് ഞങ്ങളും പറയുന്നത്, ഞങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ കുറച്ച് നീ മനസ്സിലാക്കുന്നൊക്കെ. അല്ലെ, നമ്മളെല്ലാരും ഒരു പക്ഷേ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ പുള്ളിയുടെ ഒരു കംബാക്ക്, അല്ലേ? തീർച്ചയായിട്ടും അവൻ അഭിനയിക്കാനായിട്ടാണ് ആദ്യം വന്നത്. അത് ശരി. അവൻ ലോയി സാറിന്റെ വീട്ടിലൊക്കെ പോയി ചാൻസ് ചോദിക്കലും പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിവിനെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. നിവിന്റെ വീടിന്റെ അടുത്തായിരുന്നു ലോയി സാർ താമസിച്ചത്. ചെറുപ്പത്തിൽ ഇവൻ മറ്റേ കുട്ടപ്പനായിട്ട് നിവിനെ കൂട്ടിന് വിളിച്ചിട്ട് പോയിട്ട് സാറിന്നൊക്കെ കൊണ്ട് പോർട്ട്ഫോളിയോ ഫോട്ടോസൊക്കെ കൊണ്ട് കാണിച്ച് ചാൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിട്ടില്ല. അന്നേ കുറച്ച് വെർസറ്റൈൽ ആയിട്ട് ചിന്തിക്കുന്ന ആളാണ്. നമ്മള് ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറയില്ല, അങ്ങനെ ചിന്തിക്കുന്ന ആളായിരുന്നു. നമ്മള് ഒരിക്കലും, അതായത് സിനിമ എന്ന് പറയുന്നത് എവിടെയാണ് നടക്കുന്നത്, എന്താ നടക്കുന്നതെന്ന് പോലും നമുക്ക് ഒരു ഐഡിയ ഇല്ലായിരിക്കുന്ന കാലഘട്ടമാണ്. TV-ക്കകത്ത് കാണാം, തിയേറ്ററിൽ കാണാമെന്നുള്ള ഷൂട്ട് എവിടെ വെക്കുന്നതൊന്നും നമുക്ക് അത്ര അറിയില്ല. ഇന്നാണ് എല്ലാവർക്കും അറിയാവുന്നത്. ഇന്നിപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്നത് ആർക്കും എന്ത് ഷൂട്ട് നടക്കണ്ട, അതാണ്. ഇപ്പോൾ തിയേറ്ററിൽ സിനിമ ഇറങ്ങിയാൽ പോലും ചിലപ്പോൾ സിനിമ ഇറങ്ങിയ വിജയിച്ചേ ചിലപ്പോൾ അന്നത് കാണണം എന്നുള്ളൊരു സാധനം. ക്യാമറ കണ്ട് അല്ലേ, ഒരു അവർക്കെല്ലാം അറിയാം. ടെക്നിക്കാലിറ്റീസും എല്ലാ കാര്യങ്ങളും നമുക്ക് ഓഡിയൻസിന് ഏറ്റവും നന്നായിട്ട് അറിയാം. പണ്ടത് അറിയില്ല. ഞാൻ സിനിമയിൽ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് സിനിമാറ്റോഗ്രാഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല, എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല, സംവിധായകൻ ഏതാണെന്ന് പോലും അറിയില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് നമ്മളൊക്കെ സിനിമയിൽ കയറുന്നത്. അല്ല, ഞാനൊക്കെ കേട്ടോ. അൽഫോൺസിനെ ഇതിനെ കുറിച്ചൊക്കെ നല്ല വ്യക്തമായ ധാരണയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് നമുക്കറിയാവുന്ന മോഹൻലാൽ, മമ്മൂക്ക, ഇതുപോലെ ഇങ്ങനെ ആക്ടേഴ്സിനെ മാത്രമേ അറിയുള്ളൂ. ആക്ടേഴ്സിനെ നോക്കിയിട്ടായിരുന്നു അന്ന് സിനിമ കണ്ടിരുന്നത്. ഇന്നിപ്പോൾ ടെക്നിക്കൽ സൈഡും എല്ലാ കാര്യങ്ങളും ഓഡിയൻസിന് നന്നായിട്ട് അറിയാം. ഇപ്പം നിങ്ങൾ ഇരുന്നിട്ട് അല്ലെങ്കിൽ അന്നത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ മെമ്മറീസ് ഒക്കെ റീകളക്ട് ചെയ്യാറുണ്ടോ? ഇപ്പം നിവിൻ ചേട്ടൻ അല്ലെങ്കിൽ അൽഫോൻസ് ചേട്ടൻ, എല്ലാരും അല്ലെ, കോയയുടെ ക്യാരക്ടർ ചെയ്ത ആള് കൃഷ്ണശങ്കർ, അപ്പൊ ഇവരെല്ലാം ഇപ്പൊ എല്ലാരും ഇൻഡിവിജ്വൽ ആയിട്ട് പടങ്ങൾ ചെയ്യുന്നു അല്ലെ, ഷോൾഡർ ചെയ്ത് അവര് പടങ്ങൾ ഇറക്കുന്നു. അതാണ് ഇപ്പോൾ നമ്മളെല്ലാം ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ കൂട്ടത്തോടെ വന്നെങ്കിലും നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഗ്രോ ചെയ്യണം എന്നുള്ളതാണ് അതിലൊരു ഫാക്ടർ. നമുക്ക് ഇൻഡിവിജ്വലായിട്ട് റെസ്പോൺസിബിലിറ്റീസ് എടുക്കേണ്ട ഒരു സമയം വരും. ആ സമയത്ത് നമ്മളത് എടുക്കാന്നുള്ളത് തന്നെയാണ് അതിലൊരു ഫാക്ടർ. ആസ് ആൻ ആക്ടർ നമ്മൾ എല്ലാവരും അങ്ങനെയല്ല കണ്ടേക്കുന്നത്. എല്ലാവരും അങ്ങനെയാണ്. എല്ലാവരും
ഇൻഡിവിജ്വലായിട്ട് റെസ്പോൺസിബിലിറ്റീസ് എടുത്ത് അതങ്ങൾ എടുത്തിട്ട് ഒരു സിനിമ ഷോൾഡർ ചെയ്താണ് മുമ്പോട്ട് പോകുന്നത്. എനിക്ക് തോന്നുകയാണ് ചേച്ചിയുടെ ലൈഫിൽ ഇപ്പം അമ്മ ഒരു സമയത്ത് ഒരു സ്ട്രോങ് പില്ലറായിട്ട് നിന്നു, പിന്നെ സിസ്റ്റർ ഇതുപോലെ സപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ സൗദിയിലായിരുന്നു വർക്ക് ചെയ്തു അങ്ങനെയൊക്കെ പറയുന്നു. ഇപ്പോൾ പിന്നെ വൈഫിലോട്ട് വരുന്നു, 2 ബേബി ഗേൾസ് ആണുള്ളത്. പൊതുവേ അല്ലേ ആ ഒരു സ്ത്രീ കഥാപാത്രങ്ങളെല്ലാം ഭയങ്കര സ്ട്രോങ് ആയിട്ട് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലേ? അത് തിരിച്ചാണ് എങ്ങനെയായിരുന്നു ആ ഒരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? കാരണം എനിക്ക് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണമൊക്കെ തരണമല്ലോ, വീട്ടിൽ പണിയൊന്നുമില്ല, 10 പൈസയും വീട്ടിലേക്ക് കൊടുക്കുന്നില്ല. ഓഡീഷൻ ഉണ്ടെന്നുണ്ട് ഞാൻ പണ്ട് ഇതിൽ പറഞ്ഞ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞേക്കുന്നത്. അതായത് എല്ലാ ദിവസവും ഓഡീഷന് പോകണം. ചില ദിവസം ഓഡീഷനില്ലെങ്കിൽ പാൽച്ചായ മാറി കട്ടൻ ചായയോ. ഓഡീഷനുണ്ട്. മമ്മിക്കും ചിലപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടാവുമായിരിക്കും ആ സമയത്ത്. അതായത് ഇവരിങ്ങനെ ഈ കൺസേൺ കാരണമാണ്, അതായത് രക്ഷപ്പെടാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു കൺസേൺ കാരണം, അല്ലെങ്കിൽ ഈ ദുരിത ജീവിതത്തിൽ നിന്ന് മാറണമെന്ന് അവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ. പക്ഷെ എൻ്റെ ഒരു പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് ഞാൻ ജോബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫെഡറൽ ബാങ്കിൽ ഞാൻ വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു, ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ. അതാവും മറ്റേ ടെമ്പററി ജോബാണ്, പെർമനൻ്റ് ഒന്നല്ല. കുറേ നാൾ നിന്ന് കഴിഞ്ഞാൽ പെർമനൻ്റ് ആവും. അങ്ങനെ കുറച്ച് നാൾ ഒരു 5-6 മാസം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഈ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമൊക്കെ നമ്മൾ സിസ്റ്റത്തിലേക്ക് അടിച്ച് കയറ്റുന്ന പരിപാടി, ടൈപ്പ് ചെയ്ത് അടിച്ച് കയറ്റുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്ന് പോയി കുറച്ച് കാശ് കിട്ടുമായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഓഡീഷന് പോകാനും ചിലവുകളൊക്കെ അങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ നേരം ഓക്കെ ആയ സമയത്താണ്, നേരത്തിൻ്റെ ടൈമിലാണ് ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് നേരെ ചെന്നൈക്ക് വിടുന്നത്. നേരത്തിലായപ്പോഴത്തേക്കും ഒരു ക്യാരക്ടർ റോളായി. അൽഫോൺസ് വിളിച്ച് പറഞ്ഞു നേരെ പോലെ ചാടിക്കറി പോരെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓക്കെ സെറ്റ്. എനിക്കൊന്ന് ആദ്യമായിട്ടൊരു ഹീറോ ലെവലിൽ അഭിനയിക്കുന്ന പടം ഹാപ്പി വെഡിങ് ആണ്. ഹാപ്പി വെഡിങ് എന്നിട്ട് 100 ഡേയ്സോളം അത് ഓടുകയും ചെയ്തു അല്ലേ? ആ ഒരു 105 ദിവസം എന്ന് പറയുന്നത് എനിക്ക് 150 ദിവസം ഓടണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ 5 ഇപ്പുറത്തേക്ക് മാറിപ്പോ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒമറിന് 25 ദിവസം മതി എന്നുള്ളായിരുന്നു. ഒമറിന് ഒരു 25 ദിവസം ഓടി കിട്ടിയത് എന്ന് ഒമർ വരുന്നു. അപ്പൊ ഞാൻ ഒമറിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഒരു 150 ദിവസം ഓടും ഈ പടം, 150 ദിവസം ഓടണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ അൽഫോൺസ് പുത്രന്റെ കൂടെ ഒരു സ്റ്റോപ്പ് മോഷൻ ആൽബം ഒക്കെ ചെയ്തത്? അത് ചെയ്തു. പക്ഷെ അത് ഞാൻ പറയുന്നത് അത് സ്റ്റോപ്പ് മോഷൻ എന്ന് പറഞ്ഞാൽ അൽഫോൺസിന്റെ ഐഡിയ ആയിരുന്നു. അങ്ങനെ ഇത്രയും സ്റ്റിൽസ് വെച്ചിട്ട് അങ്ങനത്തെ ഒരു സ്റ്റോപ്പ് മോഷൻ 4,400 സ്റ്റിൽസോ അങ്ങനെ എത്ര എടുത്തിട്ട് 5000 സംതിങ് ആണ്. അത്രയും സ്റ്റിൽസ് ആയിരുന്നു. കാരണം ഞാൻ ഉണ്ടായിരുന്നു അതിനകത്ത്, വിജയ് സേതുപതി ഉണ്ടായിരുന്നു, ഷറഫ് ഉണ്ടായിരുന്നു. മറ്റേ തോളിക്കായിട്ട് നടന്ന ഫ്രണ്ട്സ് ആണ് ഞാൻ വിദേശ സേതുപതിയൊക്കെ. അപ്പം ഉജ്ജനിലേക്ക് തിരിച്ചു വരുമ്പം ധ്യാന്റെ കൂട്ടത്തില് ഒരു പടം ഇന്റർവ്യൂ സ്റ്റാർ ആയിട്ട് വന്ന്. ഇന്റർവ്യൂ സ്റ്റാർ ആവുന്നതിന് മുമ്പേ എനിക്ക് ധ്യാനിനെ പരിചയമുണ്ട്. ഞാൻ മലർവാടി ആർട്സ് ക്ലബിന്റെ പൂജയ്ക്കാണ് ആദ്യമായിട്ട് ധ്യാനിനെ കാണുന്നത്. പൂജയുടെ ടൈമിൽ കാണുമ്പോൾ ധ്യാൻ അധികം മിണ്ടുന്നില്ല, ഇങ്ങനെ പറയുന്ന സംഭവമായിരുന്നു. തിര കഴിഞ്ഞപ്പോൾ ദീപക് അവർ ഒരുമിച്ച് വർക്ക് ചെയ്താണല്ലോ, ദീപക് പറയുമ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്താൽ. അപ്പോൾ ഇവൻ്റെ റൂമിലേക്ക് ഞങ്ങൾ ചെന്നാണ്, ദീപകിൻ്റെ റൂമിലേക്ക് ഞാനും ശ്രീറാം ഉണ്ടായിരുന്നു, ശ്രീറാം രാമചന്ദ്രൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ വെച്ചാണ് ധ്യാനിനെ പരിചയപ്പെടുന്നത്. അന്നേ ഭയങ്കര സ്പോണ്ടേനിയസ് ആണ്, ഭയങ്കര ലൈക്ക് നിർത്താതെ സംസാരിച്ചോണ്ട് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക നമുക്ക്. അങ്ങനത്തെ തരുന്നു ഇവൻ എന്തൊക്കെ പറയുന്നതെന്നുള്ള ഒരു എന്താ പറയാ, ഒരു ലക്കില്ല കാനില്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ആലോചിക്കുന്നില്ല, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അന്നേ ഭയങ്കര എന്താ ഒരു ഫണ്ണി ആയിരുന്നു, അല്ലെങ്കിൽ എന്താ പറയാ എൻ്റർടൈൻഡായിട്ട് ഒരു എൻ്റർടൈനർ ആയിരുന്നു അന്നേ അറിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അടികപ്പിയാരെ കൂട്ടമണിയുടെ കാസ്റ്റിങ്ങിൻ്റെ ടൈമിൽ എന്താ ധ്യാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ അതിലൊരു ക്യാരക്ടർ ചെയ്യുന്നതെന്ന് വെച്ചപ്പോൾ ഞാനപ്പോൾ എനിക്ക് നേരം ചെയ്ത് കഴിഞ്ഞിരിക്കുകയെന്നോണം, നേരം കഴിഞ്ഞ് പ്രേമം ചെയ്ത് കഴിഞ്ഞിരിക്കണം. അപ്പോൾ ആ സമയത്ത് ഞാൻ കഥ കേൾക്കാൻ പരിപാടി എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഫോർഡായില്ല. ഒന്ന് കഥ കേൾക്കുന്ന പരിപാടി അന്ന് എനിക്ക് തോന്നണം അജുവും ധ്യാനും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പടം ചെയ്യാം പോരെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തേതാന്ന് തോന്നണം ഞാൻ. പക്ഷെ അന്നും കഥ കേട്ടിട്ടൊക്കെ ഞാൻ തീരുമാനിക്കാറുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് കുഞ്ഞിരാമായണത്തിലേക്ക് ബേസിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഏത് ക്യാരക്ടറാന്നുള്ളത് അറിയില്ല. അന്നും ഈ പറയുന്ന പ്രേമം കഴിഞ്ഞ ഹാപ്പി വെഡിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടി ലീഡായിട്ടുള്ള സാധനങ്ങളും അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു കൂട്ടക്കളി അല്ലാതെ കുറച്ച് പരിപാടിയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. ഇന്ന് പിന്നെ എന്തൊക്കെയോ ഇതും കാര്യങ്ങളൊക്കെ കൊണ്ട് പിന്നെ ചെയ്തില്ലായിരുന്നു. അപ്പം അന്നും ധ്യാനായിട്ട് ഒന്നിക്കാൻ പറ്റിയില്ല. പിന്നാണ് അതിനുള്ളൊരു അവസരം കിട്ടിയത്. കുറുക്കൻ മൂലയുമായിട്ട് ഇതിനെന്താണ് ബന്ധം? കുറുക്കൻ മൂലയായിട്ട് യാതൊരു ബന്ധമില്ല. അത് വേറൊരു യൂണിവേഴ്സ്, അല്ലെങ്കിൽ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുന്ന ഓരോ ഇതാണ്. മിന്നൽ മുരളി അല്ല കുറുക്കൻ മൂല, വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുന്ന
സിനിമകളാണ്. കാരണം നമ്മളിങ്ങനെ യൂട്യൂബിൽ ട്രെയിലറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിനടി ഫുള്ള് ഡിസ്കഷൻസ് ആണ്. അത് വീക്കെൻഡ് തന്നെയാണല്ലോ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ടായിരിക്കും. പക്ഷേ കുറുക്കമ്പൂലയായിട്ട് തൽക്കാലം ഈ സിനിമയ്ക്ക് ബന്ധമില്ല. ഭാവിയിൽ ചിലപ്പോൾ ബന്ധങ്ങൾ വരാം. ഈ പറയുന്ന പോലെ അതിലെ ക്യാരക്ടേഴ്സ് ഇതിൽ വരാം, ഇതിലെ ക്യാരക്ടേഴ്സ് പല സിനിമകളിലേക്കും വരാം. ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. ഈ അടുത്തടുത്തുള്ള ഗ്രാമങ്ങളൊക്കെ ആയിട്ടാണ് ഇതിനെ ട്രീറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഭാവിയിൽ ഇതിലെ ക്യാരക്ടേഴ്സ് അങ്ങോട്ടേക്ക് പോകാം. ഇവർ തന്നെ ജാംബി എന്ന് പറഞ്ഞൊരു മൂവി ജോർജ് കോര ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സോംബി മൂവി വീക്കെൻഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ പടത്തിൻ്റെ എൻഡിൽ അതിൻ്റെ ഒരു എൻഡ് ക്രെഡിറ്റ്സിൽ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇതൊക്കെ ഭാവിയിൽ ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള പരിപാടികളൊക്കെ ഈ ക്യാരക്ടേഴ്സ് അതിൽ വരാം, അങ്ങനെയൊക്കെ വരാം. അങ്ങനെയുള്ള നമ്മൾ ഈ അവെഞ്ചേഴ്സും സംഭവങ്ങളൊക്കെ ഉണ്ടായതാണല്ലോ, ക്യാപ്റ്റൻ അമേരിക്കയും അയൺമാനും ഇതൊക്കെ എല്ലാം മിക്സ് ആക്കി അങ്ങനെയുള്ള വന്നത്. മൾട്ടിവേഴ്സ് യൂണിവേഴ്സ് എന്തൊക്കെയോ പരിപാടിയാണ് നമ്മൾ. പക്ഷെ ഇവിടുത്തെ എല്ലാവർക്കും കണക്ട് ആവുന്ന രീതിയിൽ ഇവിടുത്തെ ഒരു നാട്ടുംപുറം രീതിയിൽ കണക്ട് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഉജ്ജ്വലിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ഡയറക്ടേഴ്സും അവരെ കുറിച്ച് പറയാനുള്ളൂ. ഇന്ദ്രനീൽ ആൻഡ് രാഹുൽ എന്ന് പറയുന്ന 2 ഡ്യുവോ ഡയറക്ടേഴ്സാണ്, ഒരു ഡെബ്യൂ ഡയറക്ടേഴ്സാണ്. അവർ മുംബൈയിൽ വിസ്ലിംഗ് വുഡ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിട്ട് ഇറങ്ങിയേക്കുന്നതാണ്, സുഭാഷ് ഘയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്. അപ്പോൾ അവർ നേരെ പഠിച്ചു കഴിഞ്ഞിട്ട് നേരെ സിനിമയിലേക്കാണ്. വേറെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പഠിച്ചു കഴിഞ്ഞ് നേരെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ പിച്ചിങ് ചെയ്തപ്പോൾ സോഫിയ മാമിൻ്റെ അടുത്ത് പറഞ്ഞ്, അങ്ങനെ വീക്കെൻഡിൻ്റെ അടുത്ത് പറഞ്ഞ് അവർ അങ്ങനെ ലോക്കായ പരിപാടിയാണ്. അപ്പോൾ നേരെ തന്നെ സിനിമ ചെയ്യാൻ പറ്റി. അപ്പോൾ പണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് വേണം, അത് ഇതൊക്കെ പറയുമായിരുന്നു. ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിച്ച് അതിൻ്റെ ടെക്നിക്കാലിറ്റീസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത്രയും ഇത് ചെയ്തിട്ടാണ് അവർ അത്രയും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഇന്ദ്രനീലിൻ്റെ വീട്ടിൽ പോയിരുന്നിട്ടാണ് കഥ കേൾക്കുന്നത്. അവൻ്റെ ഫാദറിൻ്റെ ഒരു ഓഫീസ് സ്പേസ് പോലത്തുണ്ടായിരുന്നു, മേളിലൊരു ഫ്ലോറായിരുന്നു. അപ്പോൾ അവിടെ കംപ്ലീറ്റ് സിനിമയുടെ കാര്യങ്ങൾ ഇതൊക്കെ ചെയ്ത് അവർ കംപ്ലീറ്റ് എല്ലാ സ്കെച്ചും ഇതൊക്കെ ചെയ്ത് എങ്ങനെ റൂട്ട് പോകുന്നത് ഇതൊക്കെ ഞാൻ സ്ക്രീൻ പ്ലേ നറേഷന് പോയിരിക്കുമ്പോൾ എനിക്ക് അവർ നറേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, നമുക്ക് വിഷ്വലി അത് കണക്ട് ആവും, അല്ലെങ്കിൽ ആ സിനിമ നമുക്ക് വിഷ്വലി കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.